വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത. എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ, സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ടമൊരുക്കി CN ടയേഴ്സ്. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളില്ലെന്നും തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും VD സതീശൻ. PV അൻവർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം എടക്കരയിൽ പറഞ്ഞു. അതിനൊരു പ്രൊസീജിയർ ഉണ്ട് കേരളത്തിലെ കോൺഗ്രസിന്. അത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടി ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പേരുകൾ ശുപാർശ ചെയ്ത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ് ആ പേര് പ്രഖ്യാപിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു പുതിയ രീതി ഞങ്ങൾ കുറേ നാളുകളായി അവലംബിക്കുന്നുണ്ട്. ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിച്ചാൽ ഇന്ന് രാത്രി, നാളെ പ്രഖ്യാപിച്ചാൽ നാളെ രാത്രി നമുക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനുള്ള പ്രാഥമികമായ ചർച്ചകൾ നേതൃത്വം നടത്തിയിട്ടുണ്ട്. അത് കൂടുതൽ കൂടിയാലോചനകൾ നടത്തി ഉചിതമായ, ഇപ്പം നിങ്ങൾ പാലക്കാട് എന്തൊരു ബഹളമായിരുന്നു നിങ്ങളെല്ലാം കൂടി. 10 ദിവസം നമുക്ക് ഇരിക്കപ്പുറത്ത് തന്നിട്ടില്ല നിങ്ങൾ. എന്തൊരു വാർത്തയാണ് ഇപ്പം, എന്തൊരു വാർത്തയാണ് കുറേ ദിവസമായിട്ട്. എന്തെല്ലാം വാർത്തയാണ് കൊടുക്കുന്നത് എല്ലാവരും അല്ല കേട്ടോ. എന്തെല്ലാം ഒരു ദിവസം രാവിലെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് കൊടുക്കും, എന്നിട്ട് പറയും ഉച്ചയ്ക്ക് പറയും അയാളുടെ ഭാരം കുറഞ്ഞു, തൂക്കം വേറെ ആൾക്ക് കൂടിയെന്ന് പറയും. നിങ്ങളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഞങ്ങൾ പാവങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ നമ്മളൊക്കെ വലിയ ആളുകളാണെന്ന് വിചാരിച്ച് ഞങ്ങൾ നടക്കണം. ഇതൊക്കെ തീരുമാനിക്കണം ഞങ്ങളൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടക്കണം. ഞങ്ങൾക്കൊരു അനുമതി ഇതാ ഇത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ വേറൊരു വാർത്ത ഞാൻ കണ്ടു, ഡൽഹിയിൽ നിന്ന് അനുമതി കൊടുത്തു. അപ്പം അൻവർ ഞങ്ങളെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് അനുമതി കൊടുത്തു തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കാൻ. നിങ്ങൾ വാർത്ത കൊടുത്താണ്. അപ്പം ഞാൻ വിമർശിക്കില്ല കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പരിഭവം പറയും, ഇങ്ങനെ തമാശയായിട്ട് വിമർശിക്കൊന്നുമില്ല. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും എല്ലാ കാര്യവും ഉണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം പോവാതെ നോക്കണം ഇത് ചെയ്യുന്നവർ. നിങ്ങളുടെ ഒരു വിശ്വാസ്യത, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വാർത്ത ഇതുപോലത്തെ കൊടുത്തുകൊണ്ടിരുന്ന ആളില്ല. അത് ആ ചാനലല്ലേ ഇങ്ങനെ സ്ഥിരം പറയണമെന്ന്. അതാണ് എനിക്ക് വിഷമം. തീരുമാനമായോ? താങ്കൾ അന്നേ പറഞ്ഞൊരു കാര്യമായിരുന്നു, വാതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടില്ല, വാതിൽ തുറക്കാനുള്ള തരത്തിലുള്ള ചർച്ചകളാണ്. അദ്ദേഹം ഞങ്ങളുമായിട്ട് ഇപ്പോൾ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ? പൂർണ്ണമായിട്ട് സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളും പറഞ്ഞു. പിന്നെന്താ അതിൻ്റെ അകത്ത് സംശയം? ഇനിയൊരു സംശയത്തിനിടയില്ല. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞല്ല അന്ന് വാതിൽ അടച്ചിട്ടില്ല എന്ന്. മനസ്സിലായില്ല, അടച്ചിട്ടില്ല എന്ന് മനസ്സിലായില്ല. അല്ലല്ല, അതല്ല, അത് UDF അല്ലേ യോഗം കൂടുന്നത്. അദ്ദേഹത്തിന് UDFിലേക്ക് എടുത്തിട്ടില്ലല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞത് വളരെ ക്ലിയർ അല്ലേ. ആ കാര്യത്തെക്കുറിച്ച് UDFിന്റെ ഘടകകക്ഷികളൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് എല്ലാവരും, കോൺഗ്രസ് ഒറ്റയ്ക്കാണ് തീരുമാനിക്കുന്നത്. അതിൽ ചെറുതും വലുതൊന്നുമില്ല, എല്ലാ ഘടകകക്ഷികളുമായിട്ട് സംസാരിച്ച് തീരുമാനമെടുക്കും കറക്റ്റായിട്ട്. അപ്പോൾ എപ്പോഴും ഒരു വാക്ക് പറയുമ്പോൾ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. 916 സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.